ഫുൾ ടൈം ഉണ്ട്. സീരിയലിലാണെങ്കിൽ ഭാര്യയാണ്. അതെ, റിയൽ ടൈം കൂടെ ആയാല് കൊള്ളാല്ലേ? അത്രയും കൊള്ളണം ജീവിതം. ഞാൻ നോക്കിയപ്പോഴാണെങ്കിൽ രണ്ടുപേരും തമ്മിൽ ഇഷ്ടംപോലെ റീൽസ് ഉണ്ട്. ഇത് ഡ്രസ്സിൽ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ റീൽസ് കാണാൻ സാധിക്കും. അതെ അതെ അതെ. പക്ഷെ ഇതൊക്കെ ഞങ്ങള് അതായത് ഈ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സീനിന് വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞു ചെയ്യുന്നതാണ്. എനിക്ക് അതൊക്കെ കുറച്ച് നിർബന്ധമുണ്ട്. നന്നായി ഇങ്ങനെ നമ്മൾ ഒരു മാച്ചിങ് ആയിട്ട് സീനില് ഇങ്ങനെ നിക്കണം എന്നൊക്കെ. അപ്പൊ ഞാൻ പ്രേമനെ നിർബന്ധിച്ച് പുതിയ ഡ്രസ്സൊക്കെ മേടിപ്പിച്ച് അങ്ങനെയൊക്കെയാണ്. സ്വാസിക കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. എക്സ്പെൻസീവ് കൊളാബൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ എല്ലാരും പോയി വാങ്ങുന്നേ പറയുള്ളൂ. നമുക്ക് എനിക്ക് ഇതൊക്കെ കൊളാബാ. അവർക്കെല്ലാം കിട്ടും. നമ്മളല്ലോ നമ്മള് സ്വന്തം കാശ് എടുത്തിട്ട് ഞാൻ സത്യം പറയട്ടെ, ഇതും കൊളാബാ. പക്ഷെ അത് നമ്മുടെ സീനിന് വേണ്ടിയിട്ടാണ്, സീൻ നന്നാക്കാൻ വേണ്ടിട്ടാ. പിന്നെ പേഴ്സണലി ഞാൻ അത്ര എക്സ്പെൻസീവ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയതൊന്നുമില്ല. കുറച്ച് എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കുരു വരുമ്പോ അതൊന്ന് മാറ്റി തരണം, അത്രേ ഉള്ളൂ. അതിങ്ങനെ മാറ്റി തരും. വളരെ എക്സ്പെൻസീവാ. ഒരു യൂട്യൂബ് വീഡിയോ അടക്കമുണ്ട്. അത്രയൊക്കെ ഉള്ളു. കുരു മാറുമല്ലോ അങ്ങനെ പെട്ടെന്ന് മാറ്റില്ലേ. 2 വർഷം മുൻപ് ഞാൻ കണ്ട സ്വാസിക അല്ല ഇരിക്കുന്നത്. ഇപ്പൊ ആപ്പിൾ പോലെ ഇരിക്കുന്നുണ്ടോ മുഖമൊക്കെ? അതാണ് അതോട് ചോദിക്കേ. അത് അവർക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കാം. എങ്ങനെ സാധിച്ചു എങ്ങനെ സാധിച്ചു പറഞ്ഞാൽ അത് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ചെയ്ത് ഇവിടം വരെ എത്തി. അപ്പൊ ഇനി മുന്നോട്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ പോകുമ്പോ താങ്കളും കൂടി അത് ചെയ്തു തരണം. അത്ര വേറെ ഡിമാൻഡ്സ് ഒന്നുമില്ല. ഞാൻ വെറുതെ തമാശ കാര്യമായോ അതൊക്കെ? അല്ല ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളല്ലേ. അപ്പൊ ഞാൻ ഈ നവദമ്പതികൾക്ക് ഒരു ടാസ്ക് കൊടുക്കാൻ പോവാണ്. നമ്മള് നവദമ്പതികളൊക്കെ ഞാൻ വെറുതെ സീരിയൽ ഓർത്ത് മാത്രം വിളിച്ചാട്ടോ, അല്ലാതെ ഇവര് തമ്മിൽ ഫ്രണ്ട്സ് മാത്രമാണ് ഇപ്പോ നിലവിൽ. പിന്നെ ഈ യൂട്യൂബ് ഹിറ്റ് ആവട്ടെ, ഒരു പ്രൊമോഷൻ ആവട്ടെ. അതെ അതെ. അതുകൊണ്ട് അപ്പൊ നമ്മള് സ്വാസിക ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യുന്നുണ്ട്, റെഡ് കാർപ്പറ്റ്. ഇത് കണ്ടിട്ടുള്ളവർക്കൊക്കെ ഈ ടാസ്ക് എന്താ മനസ്സിലാവും. ടാസ്ക് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവർക്ക് നമുക്കിപ്പോ ഒരു പേനയും പേപ്പറും എടുക്കാൻ സമയമില്ലാത്തത് കൊണ്ടും ഇവിടെ അവൈലബിൾ അല്ലാത്തത് കൊണ്ടും ഇവർ രണ്ടുപേരും ഇവരുടെ ഫോണിൽ ഇപ്പൊ ഇരുന്ന ഒരു ലവ് ലെറ്റർ എഴുതും. ആ ലവ് ലെറ്റർ ഞാൻ നിങ്ങൾക്കായി വായിച്ചു തരുന്നതായിരിക്കും. ഈ സ്വാസിക ചെയ്ത റെഡ് കാർപ്പറ്റിൽ ഞാൻ കണ്ടു വളരെ എന്താ പറയാ വികാരഭരിതയായിട്ടിരുന്ന രണ്ടുപേരുടെ ലവ് ലെറ്റേഴ്സ് ഒക്കെ വായിക്കാൻ അറിയാം, പക്ഷെ എനിക്ക് എഴുതാൻ അറിയില്ലേ. പക്ഷെ നമുക്ക് ഇപ്പൊ അതൊരു ട്രെയിനിങ് സെഷൻ ആയിട്ട് എടുക്കാടാ. ഒരു 2-3 പേര് ലവ് ലെറ്റർ രണ്ടുപേരും അവരവരുടെ ഫോണിൽ എഴുതും. ഞാനിത് നിങ്ങൾക്കായി വായിച്ചു കേൾപ്പിക്കും. ഓക്കെ, അപ്പൊ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫോൺ എടുത്തു, ഫോൺ പുറകിലുണ്ട്. ഞാൻ ഇവർ വന്നിരുന്നപ്പോ തന്നെ ആദ്യം ചെക്ക് ചെയ്ത് ഇവർ രണ്ടുപേരും ഫോൺ കൊണ്ടുപോകുന്നുണ്ടോ. സ്വാസിക പ്രേമിന് എഴുതും, പ്രേം സ്വാസികയ്ക്ക് എഴുതും. ദൈവമേ ഞങ്ങൾ സീനിനെ വിളിക്കണേ. എളുപ്പം വിളിച്ചോ? സീനായോ?